നമ്മുടെ ശരീരം നമ്മളോട് വേദനയുണ്ടെന്ന് പറയുന്നത്, വേദന വരുമ്പോൾ പറയുന്നത് ശരീരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്, എവിടെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ്. വേദനയിലൂടെയാണ് ശരീരം നമ്മളോട് പറഞ്ഞു തരുന്നത് എവിടെ എന്തോ പ്രശ്നമുണ്ട്. ജീവിതം തന്നെ മടുത്തു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നവരുണ്ട്, ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നവരുണ്ട് ഇത്തരത്തിലുള്ള വേദന. ഇവിടെയൊക്കെ വേദന, തലയിൽ വേദന, കഴുത്തിൽ വേദന, ഷോൾഡർ വേദന, കൈ വേദന, എല്ലാ വേദനയും ഉണ്ടാവില്ല. തൊടാൻ പറ്റില്ല എല്ലാവർക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ സെബി വർഗീസ്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലരും ജിമ്മിൽ പോകുന്നവരാണ്, നിങ്ങൾ പലരും എക്സസൈസ് ചെയ്യുന്നവരൊക്കെയാണ്. നിങ്ങളറിയാതെ തന്നെ ഒരു ഭാരം ഉയർത്തുമ്പോൾ പല്ലുകൾ തമ്മിൽ ബലത്തിൽ ക്ലഞ്ച് ചെയ്യുന്ന, അത് കടിച്ചു പിടിക്കുന്ന അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ക്ലഞ്ചിങ് നിങ്ങൾക്കൊരു ബലം കൂടുതൽ നൽകുന്നു എന്നുള്ളതാണ്, പവർ നൽകുന്നു എന്നുള്ളതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തിൻ്റെ വേറൊരു വശത്തെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോയിൻറ്റിനെ പറ്റിയാണ്. ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന, ശരീരത്തിൻ്റെ പവറിനെ, ബലത്തിനെ സ്വാധീനിക്കുന്ന ഒരു ജോയിൻ്റ്, ഒരു സന്ധി. ആ സന്ധിയാണ് ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ്. ടെമ്പറോമാൻഡിബുലർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാൻഡിബിൾ എന്ന് പറയുന്ന ഫേഷ്യൽ ബോണാണ്. ഈ ഭാഗത്ത് ടെമ്പറൽ എന്ന് പറയുന്നിട്ട് സ്കള്ള്, തലയോട്ടിയിലുള്ള ഒരു ബോണുണ്ട്. ആ ബോണിൻ്റെ സോക്കറ്റിലേക്ക് നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ ഈ മാൻഡിബിൾ ഇവിടെ തൂങ്ങിക്കിടക്കുകയാണ്. എങ്ങനെയാണ് തൂങ്ങിക്കിടക്കുന്നത്? ഒരുപാട് മസിൽസ്, ഫേഷ്യൽ മസിൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. ആ മസിൽസ് ഉപയോഗിച്ചിട്ട് കഴുത്തിലെ ഈ ശരീരങ്ങളിൽ വരെ മസിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു മസ്കുലേച്ചറിൻ്റെ ബലം കൊണ്ട്, അല്ലെങ്കിൽ കണക്ഷൻ കൊണ്ട് ഈ താടിയല് അങ്ങനെ അവിടെ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ ജോയിൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ശരീരത്തിലെ റെസ്റ്റിംഗ് പൊസിഷൻ അറിയാവുന്ന ഒരേ ഒരു ജോയിൻ്റാണ് ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ്. ഏതാണ് റെസ്റ്റിംഗ് പൊസിഷൻ? നമ്മളിങ്ങനെ കടിച്ചു പിടിച്ചാൽ അവനറിയാം അവിടെ നിൽക്കാനായിട്ട്. ഈ ജോയിൻ്റ് അങ്ങനെ റെസ്റ്റിംഗ് പൊസിഷൻ ഇല്ല, അതൊരു സ്ഥലത്ത് പോയി തന്നെ നിൽക്കേണ്ടി വരുന്നു. ഇതാകുമ്പോൾ റിലാക്സ് പൊസിഷനാണ്. ഈ ബോക്സിങ് ശ്രദ്ധിക്കുന്നതൊക്കെ അറിയാം, ഇവിടെ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഇടി കൊള്ളുന്ന ആൾ പിന്നിലേക്ക് പോയി ബാലൻസ് ഇല്ലാതെ കിടക്കണം. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഇടി കിട്ടിയാൽ, നല്ലൊരു ഇടി, ഇപ്പോൾ നമ്മൾ താടി ഇടിച്ചൊക്കെ വീണാൽ ആദ്യം പറ്റുന്ന ഈ ജോയിൻ്റ് ഒടിയുകയാണ്, ഈ ബോൺ. അതുപോലെയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് വണ്ണം കുറവാണ്. അപ്പോൾ എന്തെങ്കിലും സിവിയർ ഇമ്പാക്റ്റ് ഉണ്ട്, അത് ഒടിഞ്ഞു പോകും. അതിൻ്റെ ആ സൃഷ്ടാവിൻ്റെ പ്രത്യേകതയാണ് അതൊക്കെ. അപ്പോൾ ഇത് അത്രയധികം ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പലപ്പോഴും പലരും ഈ ജോയിൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സിംറ്റംസ്, അതായത് അല്ലെങ്കിൽ സൈൻസ്, ഞാനിതിൽ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കണം. അത് രോഗിയുടെ പ്രശ്നം പ്രധാനമായിട്ടും വേദനയായിരിക്കും. ഇവിടെയൊക്കെ വേദന, തലയിൽ വേദന, കഴുത്തിൽ വേദന, ഷോൾഡർ വേദന, കൈ വേദന, എല്ലാ വേദനയും ഉണ്ടാവില്ല. തൊടാൻ പറ്റില്ല എല്ലാവർക്കും. ജീവിതം തന്നെ മടുത്തു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നവരുണ്ട്, ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നവരുണ്ട് ഇത്തരത്തിലുള്ള വേദന. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല, എന്താണ് ഇതിൻ്റെ പ്രശ്നം. ഇവർ ന്യൂറോയെ കാണും, ഓർത്തോയെ കാണും, ENT കാണും, പക്ഷേ പല ഡെൻറ്റിസ്റ്റിനെയും കാണും. പണ്ടൊന്നും ഈ ഒരു മേഖല തന്നെ അത്രയും പഠന വിധേയമായിട്ടില്ലായിരുന്നു. TM ജോയിൻ്റ് വിഷയം ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓറൽ ഫിസിഷ്യൻ, അതായത് ശരീരത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള ഫിസിഷ്യനെ പോലെ തന്നെ ഈ ഏരിയയിലുള്ള പെയിൻ, ഇവിടുന്ന് അങ്ങോട്ടുള്ള പെയിനെ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ പെയിൻ്റെ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ശാഖ തന്നെ ഇപ്പോൾ വളർന്നു വരിക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് ഇതെല്ലാം ഒരു രോഗിയിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ്? ആദ്യമായിട്ട് നമുക്ക് തലവേദന തന്നെ പറയാം. ഹെഡ് പെയിൻ, ഹെഡ് ഏക്ക്, ഫോർഹെഡിൽ, ടെമ്പിൾ ഏരിയയിൽ, ഇവിടെ. മൈഗ്രെയിൻ ഉള്ളവർക്കിത്, മൈഗ്രെയിൻ കൂട്ടാനുള്ള ഭയങ്കര സാധ്യതയാണ് ഈ TMJ ഇഷ്യൂസ് ഉള്ളത്. നമ്മുടെ ശരീരം നമ്മളോട് വേദനയുണ്ടെന്ന് പറയുന്നത്, വേദന വരുമ്പോൾ പറയുന്നത് ശരീരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്, എവിടെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ്.
വേദനയിലൂടെയാണ് ശരീരം നമ്മളോട് പറഞ്ഞു തരുന്നത് എവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇതിനെ ശ്രമിക്കണം, ഇതിനെ ഡയഗ്നോസ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ഈ രോഗികളും ഭൂരിഭാഗവും സഫർ ചെയ്യാണ്. പിന്നെ ഈ സൈനസ് പെയിനായിട്ട് വരാം. ചിലപ്പോൾ ഷൂട്ടിംഗ് പെയിൻ, ബാക്കിലിങ്ങനെ വെടിവെക്കുന്ന പോലെ പെട്ടെന്ന് വന്ന് അങ്ങോട്ട് പോകും. ചിലരിൽ ഈ സ്കാൽപ്പിലൊന്നും തൊടാൻ പറ്റില്ല നമുക്ക്. ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ തൊടുന്ന പോലെ ഇവിടെ ഫേസിലൊക്കെ ഇവിടെ തൊടുമ്പോൾ തന്നെ മസിൽസൊക്കെ സോറായിട്ട്. ഇതെല്ലാം മസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയിനാണ്. ഈ ജോയിൻറ്റിനുമായി ബന്ധപ്പെട്ട മസിൽസ് ഇങ്ങോട്ടുണ്ട്, കഴുത്തിലേക്കുണ്ട്, ഇവിടെ വരെയുണ്ട്. ഇത് ഓരോ മസിലിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ അത് പലതരത്തിൽ കണക്ട് ചെയ്ത് കൈവിരലിൻ്റെ തുമ്പ് വരെ വരാം, നട്ടെല്ലിന് വരെ വരാം. ഇതെല്ലാം ഒരു പോസ്റ്ററൽ ഡിഫറൻസ്, എല്ലാ തരത്തിലും ഇത് ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് ഈ ജോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഞാൻ തലയിൽ ഹെഡേക്ക് എങ്ങനെ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു. ഇനി ചെവിയിൽ എങ്ങനെയായിരിക്കും ഇത് കേൾക്കുക? നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഇയറിൽ ഇങ്ങനെ ബസ്സിങ്, റിങ്ങിങ്, മണിയടിക്കുന്ന പോലെ ഇങ്ങനെ ഹസ്, ഇങ്ങനെ എപ്പോഴും മൂളൽ, മനസ്സിലായ? ഇങ്ങനെയുള്ളൊരു സ്ഥിതിയുള്ള ഒരുപാട് പേരുണ്ട്. അവർ വിചാരിക്കും കിണറ്റിനെ കണ്ടാൽ ശരിയാവും, പക്ഷേ മരുന്ന് കഴിക്കും. പലപ്പോഴും അത് നടക്കാറില്ല. അങ്ങനെ നടക്കാത്തവരുടെ അവർക്കിത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലർക്ക് കുറച്ച് കേൾവിക്കുറവ് അനുഭവപ്പെടാം. ഇൻഫെക്ഷൻ ഇല്ലാതെ ചെവി വേദന ഉണ്ടാവാം. സ്ഥിരമായിട്ട് ചെവി വേദന ഉണ്ടാവും, പക്ഷേ ഇൻഫെക്ഷനൊന്നും കാണില്ല. ചിലർക്ക് ചെവി ഭയങ്കര ക്ലോഗ്ഡായിട്ട് കടിയൊക്കെ ആയിട്ടായിരിക്കും. മറ്റുള്ളവർക്ക് വെർട്ടിഗോ, തലകറക്കം, ഡിസിനെസ് അങ്ങനെ കാണിക്കാം. ഇതിവിടെ മാത്രമല്ല. ഇപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞു, ഹെഡ് ഏക്ക് പറഞ്ഞു, ഇയർ ഏക്ക് പറഞ്ഞു. ഇനി കണ്ണിനുണ്ടാവും പെയിൻ. വിശ്വസിക്കണ്ടോ? കണ്ണിൻ്റെ പെയിൻ എങ്ങനെയാണ്? കണ്ണിൻ്റെ ഐബോളിൻ്റെ പിന്നിൽ പെയിൻ വരും. കണ്ണിലൊരു ചോരമയം, എപ്പോഴും ഒരു ബ്ലഡി അവസ്ഥ കാണാം. ചിലപ്പോൾ കണ്ണ് കുറച്ച് ബൾജ് ചെയ്ത് പുറത്തേക്കൊക്കെ വരും. ചിലരിൽ വെയിലത്തേക്ക് നോക്കാൻ പറ്റില്ല, സൺലൈറ്റിനോട് ഒരു സെൻസിറ്റിവിറ്റി. പിന്നെ ഈ ജോ എങ്ങനെയാണ് അതിനെ കാണിച്ചു തരുന്നത്? ജോയ്ക്ക് ക്ലിക്കിങ്, ഇവിടെ പോപ്പിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര കിടുക്കിടുക്കിട് എന്നൊക്കെ ഒച്ചയൊക്കെ പലരിലും ഉണ്ടാവില്ലേ? ചിലരിൽ ഗ്രേറ്റിംഗ് സൗണ്ടാണ് വരിക. ഈ ചീക്ക് മസിൽസിലൊക്കെ പെയിൻ ഉണ്ടാവും, മനസ്സിലായോ? ചിലർക്ക് അൺകൺട്രോളബിൾ ജോ മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. നാക്ക് കറക്റ്റായിട്ട് ബൈറ്റൊന്നും കിട്ടില്ല. ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ജോയുമായി ബന്ധപ്പെട്ട് കാണും. പിന്നെന്താണ്? മൗത്തിൽ എന്താ ഉണ്ടാവുക? ഡിസ്കംഫർട്ടായിരിക്കും മൊത്തത്തിൽ. വാ തുറക്കാൻ പറ്റില്ല, മസിൽസല്ലേ ഇതെല്ലാം. വാ തുറക്കുക പറയും. ചിലർക്ക് തുറക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, സ്മൂത്തായിട്ട് തുറക്കാൻ പറ്റില്ല, ഇന്നബിലിറ്റി ആയിരിക്കും തുറക്കാനായിട്ട്. ചിലർക്ക് തുറക്കുമ്പോൾ തന്നെ സൈഡിലേക്ക് പോകും, ജോ ഇങ്ങനെ സൈഡിലേക്ക് പോകും. ചിലർക്ക് ഈ ലോക്കായി പോകും, ലോക്കായിട്ടിരിക്കും. പിന്നെ ചിലർക്ക് ആ റെസ്റ്റിംഗ് പൊസിഷൻ കറക്റ്റ് പ്രോപ്പർ ബൈറ്റ് കിട്ടില്ല. ഇതൊക്കെ മൗത്തിൽ നമ്മളെ കാണിച്ചു തരും. പിന്നെ എവിടെയാണ്? നെക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റിഫ്നെസ്, കഴുത്തിൽ മൊബിലിറ്റി ഉണ്ടാവില്ല, ഒരു സ്റ്റിഫ്നെസ് ഒക്കെ വരും. നെക്ക് പെയിൻ, ഒരു ടയർഡ്നെസ്, സോർനെസ് ഒക്കെ കിട്ടും. ഷോൾഡർ, ബാക്ക്, ആംസ്, ഈ കൈ ഫിംഗറിൻ്റെ തുമ്പ് വരെ മരവിപ്പൊക്കെ കാണാം. ഇതെല്ലാം ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ്. ഇത് എപ്പോഴും ഇതിങ്ങനെ സ്ഥിരമായിട്ട് വന്ന് അത് കൂടി വരും. അപ്പോൾ അത് ഒരു 10% ആൾക്കാരിൽ ഉണ്ടിത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ത്രോട്ടിലേക്ക് വരാം. തൊണ്ടയിൽ എപ്പോഴും എന്തൊരു ഓറഞ്ച് സാധനം ഇരിക്കുന്ന ഒരു ഫീൽ പലർക്കും ഉണ്ടാവും. എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കും. അത് കളയാനും ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് ചുമ വരും, പക്ഷെ തീരില്ല, പോവില്ല. ത്രോട്ടിൽ സൗണ്ടിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ പെയിൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ ഇല്ലാതെ എപ്പോഴും തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവും. ചിലർക്ക് സോളോ ചെയ്യാൻ പറ്റില്ല, കാരണം മസിൽ ഇങ്ങനെ വലിയ സോളോയിങ് ഡിഫിക്കൽറ്റീസ്. ഇതൊക്കെയാണ് തൊണ്ടയുമായി ബന്ധപ്പെട്ട്. പല്ലാണെങ്കിലോ
പല്ലിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവാം, വേദന ഉണ്ടാവാം, ലൂസ്നെസ് ഉണ്ടാവാം, പൊട്ടലുണ്ടാവാം, മനസ്സിലായോ? ഗ്രൈൻഡിങ് ഉണ്ടാവും, രാത്രിയിൽ ക്ലഞ്ചിങ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഫോഴ്സസൊക്കെ വരുമ്പോൾ ഇത് പലതരത്തിൽ നമ്മളെ മാനിഫെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഇത് നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിങ്ങനെയൊക്കെ ഉണ്ട്, ഈ വേദന എപ്പോഴും പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. പല ഡോക്ടർമാരും ഒന്നുമില്ല എന്ന് പറയുന്നതിനും ശരീരം പറയുന്നവരോട് വേദനയുണ്ട്, അവർക്ക് മാനസിക പ്രശ്നമാണെന്ന് വരെ പറയുന്നവർ കുറേ പേരുണ്ട്. അങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവരുണ്ട്. അവരുടെ വിഷമം അവർക്കില്ല അറിയാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിൻ്റെ ഡയഗ്നോസിസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് ഡയഗ്നോസിസ് ചെയ്ത് കിട്ടിയാൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. അതിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഡെൻറ്റിസ്റ്റ്മാർ നിങ്ങളെ സഹായിക്കും. ഡയഗ്നോസ് ചെയ്യാവുന്ന 90% ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്, ചികിത്സിക്കാനും പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ചികിത്സയെ പറ്റിയും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഇതിൻ്റെ പെയിൻ ഉണ്ടാകുന്നതിൻ്റെ കാരണത്തെ പറ്റിയും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. താങ്ക് യു വെരി മച്ച്.